ഒരു 100-120 രൂപക്കൊക്കെ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ദിവസത്തിനൊരു കൂലി 100-120 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് ജീവിക്കാൻ പറ്റൂല എന്നുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മുടെ നാട്ടിലുള്ളത്. അങ്ങനെ എൻ്റെ വണ്ടി കുറച്ച് ഡേർട്ടി ആയിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഒരു ഓട്ടോ ഫ്രഷ് കാർ വാഷിൻ്റെ ഒരു എന്താണ് ശരത് രമേശ് ഹാൻഡ്സ് ഓഫ്. എൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആണല്ലോ, മീൻസ് ഡേർട്ടി ആണെന്ന് അറിഞ്ഞിട്ട് വെച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു ഗൈസ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഡേ 10 നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. ഐ ആം വെരി ഹാപ്പി. 10 ദിവസം ഈ വീഡിയോ സീരീസ് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതൊന്നുമല്ല. സോ എനിവേ ഒരുപാട് താങ്ക്സ് ഫോർ ദ സപ്പോർട്ട്. ഒരുപാട് ഞാൻ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. 1000 സബ്സ്ക്രൈബേഴ്സ് 10 വീഡിയോ ആയപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ യൂട്യൂബ് ചാനൽ വന്നിട്ടുണ്ട്. അതൊരു അമേസിങ് അപ്ഡേറ്റ് അല്ലേ? ഓക്കെ, എനിവേ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കാക്കനാട് കൊച്ചിയിലെ DLF എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിലെ ഒരു ഫ്ലാറ്റിലാണ്. അപ്പം ഞങ്ങൾ ഏകദേശം കൊച്ചിയിലേക്ക് നെക്സ്റ്റ്, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സർപ്രൈസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇന്നൊരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അത് ഭയങ്കര രസമുള്ള ഒരു ക്ലയൻറ്റ്, ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഒരു ക്ലയൻറ്റിനെ ഓൺബോർഡ് ആക്കാൻ പറ്റി. ഐ എം വെരി ഹാപ്പി വിത്ത് ദാറ്റ്. ആൻഡ് സംതിങ് ഈസ് ഇൻഷാല്ലാ നമ്മുടെ ബക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെറിയ ടിപ്സോട് കൂടി ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ഇബിന് ബുദ്ധത് പറയുന്നുണ്ട്, യാത്രകൾ നിങ്ങളെ എന്താ പറയുക ഒരു കഥ പറയുന്നവനാക്കും. നിങ്ങളെ എന്താ പറയുക നിങ്ങൾ എത്രത്തോളം യാത്ര ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ നല്ലൊരു സ്റ്റോറി ടെല്ലർ ആവുന്നു. ബേസിക്കലി അത് സത്യമാണ് കേട്ടോ. ഞാൻ എവിടെയൊക്കെ യാത്ര പോയിട്ടുണ്ടോ ആ യാത്രകളൊക്കെ എന്നെ കൂടുതൽ മനസ്സിലാക്കുകയും ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കുകയും ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകുകയും. അപ്പോൾ ഞാൻ യാത്രകളെ കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് എൻ്റെ വീഡിയോ ഓഫായി പോയത്. സോ ഫർദർ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആണ് നമ്മുടെ കേരളത്തിൽ ജനിച്ചത് കൊണ്ട്. നമ്മുടെ കൾച്ചർ, നമ്മുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരോ മൈൻഡായിട്ട് ആൾക്കാരുണ്ടെങ്കിൽ പോലും കൂടുതലും ഒരു മെജോറിറ്റി ആളുകൾ നല്ല മനുഷ്യന്മാരാണ്, നല്ല ആളുകൾ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയുള്ള ആളുകളാണ്. ഇപ്പം ഞാൻ ദുബായിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അറബികൾ പറയാ ഇന്ത്യക്കാരെ എന്നല്ല, ബേസിക്കലി ഇന്ത്യൻസ് എന്നല്ല പറയാ. ഒന്ന് ഹിന്ദി, 2 മലബാറി. അതായത് ഹിന്ദി എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻസിനാണ് ബേസിക്കലി ഉപയോഗിക്കുക. മലബാറി എന്ന് പറയുന്നത് കേരളം മാത്രം. അപ്പൊ കേരള, അപ്പാർട്ട് ഫ്രം കേരള എല്ലാവരും എന്താണ്, ഹിന്ദിയാണ്. കേരളത്തിലുള്ള ആൾക്ക് മലബാറിയാണ്. മീൻസ് മലബാറി എന്ന് അവർ വിളിക്കുന്നത് മലയാളികളെയാണ് ബേസിക്കലി. അപ്പോൾ മലബാറി ആണെങ്കിൽ അവർക്ക് ഒരുവിധമൊക്കെ വിശ്വാസമാണ്. കാരണം അവർ ഒരുവിധം ട്രസ്റ്റ് ചെയ്തിട്ട് എല്ലാം ഏൽപ്പിക്കും. കാരണം നമുക്കറിയുന്നത് GCCയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കമ്പനി ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ആൻഡ് റീറ്റെയിൽ ഇൻഡസ്ട്രി ആയിട്ടുള്ള ലുലു അടക്കം മലയാളികളാണ്. ഒരുപാട് ബ്രാൻഡുകൾ മലയാളികളാണ്. അപ്പം ഞാൻ അറബികളുടെ കേസ് ഇതാ എനിക്ക് അറിയുള്ളൂ. ബാക്കി ഞാൻ യൂറോപ്പിലൊന്നും ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ അപ്പോൾ ഞാൻ ഇന്ത്യയിലൊക്കെ മൾട്ടിപ്പിൾ സിറ്റീസിലൊക്കെ ഞാൻ ഇതുപോലെ യാത്ര ചെയ്യുന്ന സമയത്തും റൂറൽ ഏരിയാസിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ കേരളത്തിന്റെ വൃത്തിയും കേരളത്തിലുള്ള ആളുകളുടെ വൃത്തിയും ആളുകളുടെ സ്വഭാവവും ആളുകളുടെ ഹോസ്പിറ്റാലിറ്റി ഒന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ, അതായത് ഇന്ത്യയിലെ മറ്റുള്ള സ്ഥലങ്ങളിൽ കിട്ടാറില്ല. മേ ബി പാവപ്പെട്ട ആളുകൾ അവരുടെ ഹോസ്പിറ്റാലിറ്റി ഒക്കെ അടിപൊളി ഉണ്ടെങ്കിലും അവരുടെ ലിവിങ് സ്റ്റൈലൊക്കെ വളരെ നമുക്ക് കാണുമ്പോൾ തന്നെ എന്തോ ഒരു സങ്കടമൊക്കെ തോന്നുന്ന ടൈപ്പ് ഓഫ് ലിവിങ് സ്റ്റൈലായിരിക്കും. കാരണം ഒരു ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, അത് കഴിക്കുകയാണെങ്കിൽ തന്നെ അവരുടെ കഴിക്കുന്ന ആ ഒരു സാഹചര്യങ്ങൾ വളരെ വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ. കാരണം ഞാൻ ഡൽഹിയിലൊക്കെ സ്ട്രീറ്റ്സിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ലൈക്ക് ഒരു ക്യാരക്ടറിന് തന്നെ അവർ പഠിച്ചു വെച്ച എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ അവരുടെ ലൈഫ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടാണ്. അവരെ കൊണ്ട് ഇത്രയ്ക്ക് പറ്റുള്ളൂ, അവർക്കൊന്നും വലുതാൻ പറ്റില്ല, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, അവരത്ര സംഭവമൊന്നുമില്ല. അപ്പം ഒരു 100-120 രൂപക്കൊക്കെ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ദിവസത്തിനൊരു കൂലി 100-120 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് ജീവിക്കാൻ പറ്റൂല എന്നുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പൊ എന്തുകൊണ്ട് പുറത്തുള്ള നോർത്ത് ഇന്ത്യൻസ് ഒക്കെ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നു? ബിക്കോസ് ഓഫ് ഇവിടെ കിട്ടുന്ന ഒരു എക്സ്പോഷറും ഒരു അക്സെപ്റ്റൻസും ഒരു ഹോസ്പിറ്റാലിറ്റി ഒന്നും ഇന്ത്യയിലെ മറ്റു പല ഡിസ്ട്രിക്റ്റുകളിലും സ്റ്റേറ്റുകളിലും പോയി കഴിഞ്ഞാൽ കിട്ടൂല എന്നുള്ളത് 100% ഉറപ്പാണ്. സോ വി ആർ ഓൾവേസ് ഗ്രേറ്റ്ഫുൾ. നമ്മൾ കേരളത്തിൽ ജനിച്ചത് കൊണ്ടും കേരളത്തിൽ ജീവിക്കുന്നത് കൊണ്ടും ഗ്രേറ്റ്ഫുൾ ആവുക. അപ്പം യാത്രകളിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പം നമ്മൾ കൈൻഡ് ആവും, ഹമ്പിൾ ആവും. ഒബ്വിയസ്ലി ഹമ്പിൾ ആയിപ്പോവും. നമ്മൾ ആരോടും നമുക്കൊരു ദേഷ്യം ഉണ്ടാവില്ല, ഈഗോ ഉണ്ടാവില്ല. സോ ബി കൈൻഡ്നെസ്, ബി കൈൻഡ്ഫുൾ, ബി ഹമ്പിൾ,
നമ്മളെപ്പോഴും മുന്നോട്ട് പോകുമ്പം എല്ലാവരും ചേർത്ത് പിടിക്കാൻ നോക്കുക. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കാം, നിങ്ങൾ അടിപൊളിയായി റെഡി ആവുന്നത് വരെ നിങ്ങൾ ആരെയും എന്ത് ചെയ്യേണ്ടത്, ഡിപ്പെൻഡ് ചെയ്യരുത്. ആരുടെയും വാക്കുകൾ കേൾക്കരുത്. ആരുടെയും എന്താ പറയുക, വാക്കുകൾ മീൻസ് ആരുടെയും അനാവശ്യമായിട്ടുള്ള ഉപദേശങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കരുത്. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ഫിനാൻഷ്യൽ സെറ്റ് ആവുന്നത് വരെ ആരെയും നിങ്ങൾ തോളിലേറ്റിക്കൊണ്ട് നടക്കരുത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ചൊല്ലുണ്ട്, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്നത് വരെ നമ്മൾ 30 പേരുടെ മീൻസ് ശരിക്കും തിയറിയാണ് ബേസിക്കലി. അത് കല്യാണം കഴിക്കുന്നവർ 30 പേരുടെ കൺട്രോളിലാണ് നമ്മളെന്ന് പറയും. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് 60 പേരുടെ കൺട്രോളാവുമെന്ന് പറയും. അതായത് അവളുടെ വൈഫിന്റെ 30 വീട്ടുകാരുടെ 30 പേരുടെ കൺട്രോളിലായിരിക്കും. അപ്പൊ അതുപോലെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഒരിക്കലും ആരെയും അനുവദിക്കരുത്. സോ അതുകൊണ്ട് തന്നെ കീപ് ട്രൈയിങ്, കീപ് ഹംബിൾ, പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ടൈയുടെ ഇവന്റിനാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് ടൈ ഗ്ലോബൽ ഇവന്റിനാണ്. ഞാൻ ആക്ച്വലി വീഡിയോ എടുക്കുന്ന നാളത്തെ വീഡിയോന്റെ ഇടുന്ന കോസ്റ്റ്യൂമിൽ ഉള്ള സെയിം കണ്ടന്റ് ആയിരിക്കും മിക്കവാറും, സെയിം ഡ്രസ്സിങ് ആയിരിക്കും. ഞാൻ ഇന്നലെയും മിനിയാന്നത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പം മിനിയാന്ന് ഇതേപോലെ ആഫ്റ്റർനൂൺ ഞങ്ങള് കൊച്ചിയിലെത്തി നമ്മുടെ DLF ഫ്ലാറ്റിലേക്ക് മൂവ് ചെയ്തു കംപ്ലീറ്റ്ലി. പിന്നെ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്തു. അപ്പം ഇവിടെ കംപ്ലീറ്റ് ഫുൾ ഫർണിഷ്ഡ് ഫ്ലാറ്റാണ്. കുറച്ച് കാലത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ കണക്ട് ചെയ്ത് തന്നാണ്. എനിവേ അത് ഇനി ഇവിടുന്ന് കുറച്ച് നമ്മൾ കൊച്ചിയിലെ കുറച്ച് മാർക്കറ്റൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും ഇവിടുന്ന് അങ്ങോട്ട് ദുബായിലെ എക്സ്പാൻഷനിലേക്കുള്ള കുറച്ച് പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ കോഴിക്കോട് നമ്മുടെ ടീമുണ്ട്, അവിടെ നമ്മുടെ ടീം അവിടെ ഓൾറെഡി ഉണ്ട്. ഓക്കെ, ദെൻ ഇതൊക്കെയാണ് ഇന്നലത്തെ മിനിയാമത്തെ അപ്ഡേറ്റ്. ഇന്നലെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ മോർണിംഗിൽ ഇറങ്ങി നമ്മൾ വൺ ഓഫ് ഒരു നല്ലൊരു കിടിലൻ ഒരു എനർജറ്റിക് ക്ലയന്റ് ഞങ്ങൾക്ക് ക്ലോസ് ആയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു കോസ്മെറ്റിക് ബ്രാൻഡാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രാറ്റജി വർക്ക്ഷോപ്പിലായിരുന്നു. കംപ്ലീറ്റ് സ്ട്രാറ്റജി വർക്ക്ഷോപ്പ് ഇന്നലെ കഴിഞ്ഞു. അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് അനാലിസിസ്, കോമ്പറ്റീറ്റർ അനാലിസിസ്, അതുപോലെ തന്നെ മാർക്കറ്റ് സ്റ്റഡി, അതെല്ലാം ഇന്ന് നടക്കുന്നുണ്ട്. അപ്പം ഇന്ന് അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ഇന്നിപ്പോൾ ഞാൻ ബിസിനസ് എന്ന് പറയുന്നത് ഓൾ ടുഗദർ നമ്മളെ ജേണി നമ്മൾ ഷോക്കേസ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ട് 3 കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ അത് മറ്റൊന്നുമല്ല, ഒരുപാട് ആളുകളുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം ആഗ്രഹിക്കുന്ന ആൾക്കാർ. അപ്പം വെരി റോ ആയിട്ട് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളതും, അതേപോലെ തന്നെ എന്താ പറയുക, ഒരു ടെക്നിക്കൽ സപ്പോർട്ടും ഇല്ലാതെ ഒരു മൊബൈൽ ക്യാമറ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്നുള്ളതും, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഇപ്പോൾ ചെയ്യണം കൺസിസ്റ്റൻസി ഇല്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ തന്നെ കൺസിസ്റ്റൻസ് ആക്കാനുള്ളൊരു മെത്തേഡിന് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. എനിവേ ഇത് എനിക്കൊരു വലിയൊരു അച്ചീവ്മെന്റ് ആയിരുന്നു. അങ്ങനെ നമ്മളെ 10ാമത്തെ വ്ളോഗിൽ നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് തികച്ചിട്ടുണ്ട്. സോ അതൊരു ഗ്രേറ്റ് ഹാപ്പി ന്യൂസ് ആണ്. താങ്ക് യു വെരി മച്ച് ഫോർ ദ സപ്പോർട്ട് ആൻഡ് ലവ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല അതൊന്നും. കാരണം നമുക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു 800ന്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇത് ബിൽഡ് ചെയ്യുന്നത്. പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് നല്ല ഗ്രോത്തും നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഫ്രം ദ മൈ ടീമിന്റെ സൈഡിൽ നിന്നായാലും എല്ലാവരുടെ അടുത്ത് നിന്നായാലും അപ്പം അത് ഉണ്ട്. അപ്പൊ ആ സപ്പോർട്ട് എന്നും ഉണ്ടാവുമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ വിലയേറിയ സപ്പോർട്ട് തന്നെയല്ലേ നമ്മളെപ്പോലുള്ള സാധാരണക്കാരനെ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഒരു ലൈഫിലൊരു സ്റ്റോറി കൂടി എന്നെ തന്നെ ഞാൻ എപ്പോഴും ആലോചിക്കും. ഞാൻ എന്തൊരു ലിങ്കിൽ പോസ്റ്റ് ഇട്ടുണ്ട്, പാസ്റ്റ് ഈസ് നോട്ട് ജസ്റ്റ് പാസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മൾ പലപ്പോഴും പറയുന്ന സാധനം പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാസ്റ്റിൽ നമ്മൾ ചെയ്ത ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് എവിടെയെങ്കിലൊക്കെ എത്തിച്ചിട്ടുള്ളതും നമ്മളാക്കിയിട്ടുള്ളതും എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അപ്പം ദാറ്റ്സ് ആൾ ടുഡേ, നോട്ട് ടുഡേ, യെസ്റ്റർഡേ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ പുതിയ കാര്യങ്ങൾ, പുതിയ രീതിയിൽ, പുതിയ സംഭവങ്ങൾ നൈറ്റ് ആകുമ്പോൾ റെക്കോർഡ് ചെയ്ത് നാളെ അപ്ലോഡ് ചെയ്യും. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. ഡേ 10ൽ നമ്മളങ്ങനെ 1000 സബ്സ്ക്രൈബേഴ്സ്. വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്. നമ്മൾ ഇതുപോലുള്ള ഇവന്റുകളിലൊക്കെ പങ്കെടുക്കുന്നതൊന്നുമല്ല, ലൈക്ക്
നമ്മുടെ കുറേ പെർസ്പെക്റ്റീവ്സും നമ്മളുടെ ഐഡിയാസിലും എന്തെങ്കിലുമൊക്കെ പുതിയ അപ്ഡേഷൻസും പുതിയ ഇന്നോവേഷൻസും ഒക്കെ കൊണ്ടുവരാനും അതിലൂടെ എന്തെങ്കിലും ഒരു ഓൺട്രപ്രണർഷിപ്പ് എന്താ പറയുക ഓപ്ഷൻസോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കൊളാബറേഷൻസ് അസോസിയേഷൻസ് ഒക്കെ കിട്ടുമോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു പരിപാടിയൊക്കെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഐ സ്ട്രോങ്ലി ബിലീവ് for the in the associations of between the same industry companies. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഓൾറെഡി ഉള്ള കമ്പനികളുമായിട്ട് സിമിലർ ഇൻഡസ്ട്രീസുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക, കൊളാബറേറ്റ് ചെയ്യുക. നമുക്കില്ലാത്തത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് ഔട്ട്സോഴ്സ് ചെയ്തിട്ടോ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. ഒരു മൊണോപ്പൊളി മൈൻഡ് സെറ്റ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു മൊണോപ്പൊളി മൈൻഡ് സെറ്റ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ ഒരു കാര്യം. കാരണം എല്ലാം നമ്മൾക്ക് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടി നിന്ന് കഴിഞ്ഞാൽ എവിടെ എത്താണ്ട് നിൽക്കും എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി. നമ്മളൊന്ന് ചെയ്ത് അത്യാവശ്യം നമ്മൾ ട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്ത് ഒരു സസ്റ്റൈനബിൾ മോഡൽ ഡെവലപ്പ് ചെയ്തതിന് ശേഷം പിന്നെ അനദർ വെർട്ടിക്കൽസിലേക്ക് ഇറങ്ങുന്നതിൽ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഒന്ന് തന്നെ സ്റ്റേൺ ആവാതെ പല ആളുകളും റീസെന്റ് ഞാൻ കാണുന്നൊരു മോഡലാണ്. ഒന്ന് തന്നെ ഒരു വിചാരിച്ച പോലെ ഒന്ന് തന്നെ ഇറങ്ങി ഒരു 3-4 മാസം കൊണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മുമ്പിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് വെക്കും. അപ്പോൾ നമ്മൾ അതിലേക്കൊക്കെ ഒന്ന് കൈയെടുത്ത് വെക്കും. കൈയെടുത്ത് വെക്കുമ്പോൾ ഒന്ന് സംഭവിക്കാം, അത് നമ്മളുമായിട്ട് ഇൻകേസ് നീ പറഞ്ഞ കൊളാബറേഷൻ അസോസിയേഷൻ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അത് ഈ അസോസിയേഷൻ ചെയ്യുന്ന ആളുകളെ ഹേർട്ട് ആകാനും അല്ലെങ്കിൽ അവർക്കൊരു ഇൻസെക്യൂരിറ്റി ബിൽഡ് ചെയ്യാനൊക്കെ അത് ഭയങ്കര എന്താ പറയുക ചാൻസ് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ അസോസിയേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ട്രസ്റ്റ് എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഞാനും മുമ്പ് ഒരുപാട് എടെക് ഫേംസിനൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത് ഫോർ ദ ഏജൻസീസിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഈ ഏജൻസീസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഏജൻസിയുടെ ആളായിട്ടാണ് നമ്മളിത് ആക്ട് ചെയ്യുന്നുണ്ടാവുക. ആ സമയത്ത് നമ്മൾ പേഴ്സണൽ ബ്രാൻഡിങ് അത്ര ഫോക്കസ്ഡ് വരുന്നല്ലായിരുന്നു. പക്ഷെ ഒരു കൺസൾട്ടന്റ് പോലെ നമ്മൾ അവരുടെ കൂടെ അവരുടെ ഒരു കൺസൾട്ടന്റ് ആയിട്ട് ഇങ്ങനെ നമ്മൾ നിലനിന്ന് പോകുമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ക്ലയൻസിനും ഒരു കൺഫ്യൂഷൻസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അത് പക്ഷെ അവർക്ക് നല്ല ബെനിഫിറ്റ്സ്, നമുക്ക് പ്രോജക്ട്സ് തരുന്ന ഏജൻസിക്ക് നമുക്ക് കിട്ടുന്ന പേയ്മെന്റിന് ആ സമയത്തൊക്കെ അത് എനിക്കൊരു മണ്ടത്തരാണെന്നാലും ആ സമയത്തൊക്കെ അന്ന് അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ടോട്ടൽ റവന്യൂടെ 50% വരെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോജക്ട്സിൻ്റെത് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ അസോസിയേഷൻസ് ഒക്കെ നമുക്ക് വർക്ക് ആവും എന്നുള്ളതാണ്. അപ്പം ഞാൻ അങ്ങനെ തന്നെയാണ് DXito ബ്രാൻഡിങ് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടും ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ആ ഒരു മോഡൽ തന്നെയാണ്. കാരണം എനിക്കറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളതും അതിൽ പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്തും കൊളാബറേറ്റ് ചെയ്തും ചെയ്യാൻ തന്നെയാണ് താല്പര്യം. സോ ദിസ് ആൾ ദ ടുഡേയ്സ് അപ്ഡേറ്റ്സ്. നമ്മളപ്പോൾ ഇനി മുതൽ കൊച്ചിയിൽ ഉണ്ടാകും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. കൊച്ചിയിൽ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാനുമായിട്ട് മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഞാൻ മീറ്റ് ചെയ്യാൻ വലിയ സംഭവം ഒന്നുമില്ല എന്നറിയാം, എന്നാലും എനിക്കെന്തെങ്കിലും ബിസിനസ് നിങ്ങൾക്ക് തരാൻ കഴിയും എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്നെ കോൺടാക്ട് ചെയ്യാൻ മടിക്കണ്ട. എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് DM ചെയ്താൽ മതി. ബ്രാൻഡ് വിത്ത് സൽമാൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് എൻ്റെ പേജ് കാണാം. DM ചെയ്ത് എന്നെ മീറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ എൻ്റെ ലിങ്ക്ഡിനിൽ വന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എവറിഡേ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ എല്ലാ അപ്ഡേറ്റ്സും ഷെയർ ചെയ്യുന്നതാണ്. ഒന്നെങ്കിൽ ലിങ്ക്ഡിനിലാണെങ്കിൽ എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യും. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യുന്നതാണ് ഓൾവേസ്. ഇപ്പോൾ നമ്മുടെ ഈ വ്ളോഗും യൂട്യൂബിൽ പോകുന്നുണ്ട്. സോ ഇതെല്ലാം ഞാൻ ഒരു ദിവസം ചെയ്യുന്ന ഒരുപാട് ആക്ടിവിറ്റീസിന്റെ ഇടയിൽ ചെയ്യുന്ന കേട്ടോ. ഒന്നിനും പ്രത്യേകമായിട്ടുള്ള സമയമൊന്നും ഞാൻ ഇതിന് ഫിക്സ് ചെയ്തിട്ടില്ല. രാവിലെ വ്ളോഗ് എടുക്കണം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് രാവിലെ മീറ്റിംഗ് കഴിയണം, അങ്ങനൊന്നും പ്രത്യേകമായിട്ടുള്ള സമയമൊന്നുമില്ല. ഞങ്ങളിപ്പോൾ മോർണിംഗിൽ നമുക്ക് നിർബന്ധമായിട്ടൊരു ടീം മീറ്റിംഗ് ഉണ്ട്. അത് ഞാൻ അവിടെ ഓഫീസിലില്ലെങ്കിലും ഞാനത് എന്ത് ചെയ്യും, ഓൺലൈനിൽ ഞങ്ങൾ എന്ത് ചെയ്യും, എല്ലാവരും കൂടി ഒരു 10 to 10:30 ഇടയിലൊക്കെ നമ്മൾ ആ മീറ്റിംഗ് ഫിനിഷ് ചെയ്യും. കാരണം അത് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു കോർഡിനേഷനും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും നമ്മുടെ ഒരു അപ്ഡേഷൻ സീക്ക് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളും നമ്മുടെ കറണ്ട് പ്രോജക്ട്സുകളുടെ ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ അത് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ അതുപോലെ ഓരോ ഏജൻസീസ് ഡെവലപ്പ് ചെയ്യുമ്പോഴും ഏജൻസി ഓണേഴ്സ് ശ്രദ്ധിക്കേണ്ടത് കീപ് അപ്ഡേറ്റിംഗ് എവറി ഡേ. സിസ്റ്റം ബിൽഡ് ചെയ്തിട്ട് ആ സിസ്റ്റത്തിലെല്ലാം പോകുമെന്ന് വിചാരിക്കുന്നു വേണ്ട. ഏജൻസീസ് ആർ ആൾവേസ് പീപ്പിൾ ഡ്രിവൻ ഒരു മോഡലാണ്, സർവീസ് മോഡലാണ്. അപ്പം അത് വിശ്വസിക്കുക. പീപ്പിൾ ഡ്രിവനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പീപ്പിൾ ഡ്രിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിളിന്റെ ഇൻസൈഡിൽ അവരുടെ ക്യാരക്ടറിലാണ് സ്ട്രാറ്റജിയും പറഞ്ഞ സിസ്റ്റം ഒക്കെ കൊണ്ടുവരേണ്ടത്. അല്ലാതെ നമ്മളൊരു SOP ഡെവലപ്പ് ചെയ്ത SOPന്റെ അണ്ടറിലെ എല്ലാ പ്രൊജക്ട്സുകളും
ഇങ്ങനെ ടിക്ക് എടുത്ത് പോകാൻ ദിസ് ഈസ് നോട്ട് യുനോ ഒരു ഡെയിലി വൈസ് ടാസ്ക് ഒന്നുമല്ല ഇത്. ഫ്ലക്ച്വേഷൻസ് വരാം. ക്ലയന്റ് എവറി ടൈം അവരുടെ നീഡ്സ് മാറിക്കൊണ്ടിരിക്കും. കാരണം മാർക്കറ്റ് ആ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. വി ഹാവ് ടു ലേൺ ആൻഡ് റീലേൺ എവറി ഡേ. നമ്മൾ എന്ത് ചെയ്യണം, അത് റിയലൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു വെരി മച്ച് വൺസ് അഗെയിൻ. അപ്പോൾ വീണ്ടും കാണാം. ബൈ.